ഈ ഒരു ദിവസത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് സഹനത്തെക്കുറിച്ചാണ്. സഹിക്കാത്തവരാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും സഹനമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും സഹനങ്ങളുണ്ട്. നിരവധിയായ സഹനങ്ങളുണ്ട്. അത് ശാരീരികമായ സഹനങ്ങളായിരിക്കാം, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളായിരിക്കാം, ആത്മീയമായ മുരടിച്ചകളായിരിക്കാം. സഹനങ്ങൾ ഇങ്ങനെ ക്യൂ ആയി നമ്മുടെ പുറകിൽ നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചു പോകും, എന്തിനാണ് ദൈവമേ എനിക്ക് ഇത്രമാത്രം സഹനങ്ങൾ തരുന്നത്? അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉയർത്തേണ്ട ചോദ്യം, ദൈവമാണോ ഈ സഹനത്തിൻ്റെയൊക്കെ കാരണം? പലപ്പോഴും എന്തെങ്കിലും ഒരു സഹനം ഉണ്ടാകുമ്പോൾ ഉടനെ എല്ലാവരും പഴിക്കുന്നത് ദൈവത്തെയാണ്. ഒരു അസുഖം വരുമ്പോഴും ഒരു തകർച്ച വരുമ്പോഴും ആദ്യം ചീത്ത പറയുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. പക്ഷെ ആ ദൈവത്തിനൊരു സഹനമുണ്ടായപ്പോൾ, ഈശോയ്ക്ക് ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ സഹനമുണ്ടായപ്പോൾ ആരെയെങ്കിലും പഠിച്ചോ, ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിന്തകൾ ദൈവികമായിട്ടുള്ള നമ്മെ ബോധ്യപ്പെടുത്തുന്ന, ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ ഒരു പക്ഷേ ഈ ധ്യാനത്തിന് നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഞാനൊരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 1970കളിൽ അന്ന് ഈ വസൂരി പിടിക്കുക എന്നൊക്കെ പറയുന്നത്, ചിക്കൻ പോക്സ് ഒക്കെ പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ മരണപ്പെട്ടു പോയേക്കാവുന്ന, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് തന്നെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു വലിയ അസുഖമായിട്ടന്ന് കരുതിയിരുന്ന ഒരസുഖം. ഒരു കുടുംബത്തിൽ ഇതുപോലെ ഒരു വിവാഹ ആലോചന വന്നു. വിവാഹ ആലോചന വന്നപ്പോൾ അവർക്കെല്ലാവർക്കും ആ വിവാഹത്തെക്കുറിച്ച്, മകളെ കല്യാണം കഴിപ്പിക്കണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ ഈ ചെറുക്കനെക്കുറിച്ച് ഇതെല്ലാവരും അന്വേഷിച്ചു. അങ്ങനെ അത് ഉറപ്പിച്ചു. മനസ്സമ്മതം നടത്തി. മനസ്സമ്മതത്തിന് ശേഷം അവർ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി. വിവാഹത്തിൻ്റെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് പെട്ടെന്നാണ് ഈ പെൺകുട്ടിക്ക് ശരീരം മുഴുവനും ഇതുപോലെ ഇങ്ങനെ കുമിളകൾ പൊങ്ങുകയാണ്. നമുക്കറിയാം, ആ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ മുഖം വികൃതമാകും. ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് മനസ്സനുവദിക്കില്ല. അതുപോലെ ഈ ഒരു വ്യക്തിയുടെ മുഖത്ത്, ഈ ഒരു മകളുടെ മുഖത്ത് ഇതുപോലെ വികൃതമാക്കിയ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ വന്നു. പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലൂടെ ഈ കുട്ടിയെ മാറ്റി പാർപ്പിക്കണം, മരണപ്പെട്ടു പോകുമോ, വിവാഹം എന്താകും, ഇനി ഈ പെൺകുട്ടിയെ സ്വീകരിക്കാൻ ആ ഒരു ആൺകുട്ടി തയ്യാറാകുമോ, ഇതുപോലെയുള്ള കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അവസാനം ഇവരെല്ലാവരും പോയി ഈ ആൺകുട്ടിയുടെ വീട്ടിൽ പോയി അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. എന്താണ് ഇനി ചെയ്യുക? എന്തായാലും വിവാഹം നടത്താൻ ബുദ്ധിമുട്ടാണ്, കാരണം പെൺകുട്ടി ഇങ്ങനെ ഈ ഒരു രോഗാവസ്ഥയിലാണ്. അങ്ങനെ ഇവർ ഈ ആൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ ആൺകുട്ടി ഇതിനെതിരെ നോ പറയും എന്നുള്ളത് തന്നെയായിരുന്നു. അവർ സംസാരിച്ചപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയത്, ഈ ആൺകുട്ടി പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ സന്നദ്ധനാണ് എന്നുള്ളതാണ്. ഒരു വലിയ സഹനത്തിൻ്റെ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും വിവാഹം കഴിക്കേണ്ട ആ ഒരു നിമിഷം വരുമ്പോഴേക്ക് ഇതുപോലെ മുഖം വികൃതമായ ഒരു അസുഖം പിടിപെട്ട് മരിക്കാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞിട്ടും ആ ഒരു വിവാഹത്തിന് സമ്മതം നൽകുന്ന ആൺകുട്ടി. അപ്പോൾ എങ്ങനെ നടത്തും? മാറ്റിവെക്കാൻ പറ്റില്ല. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇന്നത്തേതുപോലെ വാട്സപ്പില്ല, അറിയിക്കുവാനുള്ള സാഹചര്യങ്ങൾ, ഫോണുകളില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ആലോചനയിൽ വികാരിയച്ഛനെ പോയി കണ്ടപ്പോൾ വികാരിയച്ഛൻ അവിടുത്തെ ഡോക്ടറുമായി സംസാരിച്ച് പറഞ്ഞു, 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഈ ഒരു കല്യാണം മാറ്റിവെക്കുക വേറൊരു തീയതിയിലേക്ക്. അതല്ല എങ്കിൽ രണ്ടാമതൊരു ഓപ്ഷൻ ഉള്ളത്, കല്യാണം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് ആരുടെയും സാന്നിധ്യമില്ലാതെ മകനും മകളും മാത്രം ദേവാലയത്തിൽ വന്ന് വിവാഹം നടത്തുക. അങ്ങനെ ഏത് ഓപ്ഷൻ സ്വീകരിക്കുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നിങ്ങളാണ് ആ ഒരു അവസ്ഥയിലെങ്കിൽ എനിക്കറിയില്ല ഏത് ഓപ്ഷൻ എടുക്കുമെന്ന്. അവസാനം ഈ മകനും മകളും രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുകയാണ്. ആരുമില്ലാതെ അവർ മാത്രമായി
വെളുപ്പിന് 4 മണിക്ക് ദേവാലയത്തിൽ പോയി അവരുടെ വിവാഹം നടത്തുവാൻ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരാരവുമില്ലാതെ, ഒരു വലിയ സ്വർണത്തിൻ്റെയോ ആഭരണങ്ങളുടെയോ ഒരു നിറവുമില്ലാതെ, ഒരാഘോഷങ്ങളില്ലാതെ അവർ ആ കല്യാണം നടത്തി. സഹനത്തിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. ഇത് ഞാൻ പറഞ്ഞു 19 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കഥയാണ്. ഇത് കഥയല്ല, നടന്ന സംഭവമാണ്. ആ നടന്ന സംഭവത്തിൽ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയണമോ? ഈ 1970കളിൽ നടന്ന ആ കുടുംബത്തിൻ്റെ കഥ ഇന്നെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? 3 മക്കളുണ്ടായി. അതിൽ ഇളയ മകൻ വൈദികനായി. ആ വൈദികനാണ് ഈ വൈദികൻ. അപ്പോൾ ഞാൻ സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയുവാൻ കഴിയുന്ന എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും ജീവിത അനുഭവമാണ്. ഞാനങ്ങനെ പള്ളികളിൽ പോയി ഇത് പറയാറില്ല, പക്ഷേ ഇത് ധ്യാനമായതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായി ഇറങ്ങി വന്നിരിക്കുന്ന ഈ ഒരു ദിവസത്തിൽ എൻ്റെ മനസ്സ് മന്ത്രിച്ചു, ഇതായിരിക്കും നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും സുന്ദരമായ സന്ദേശം. എത്ര സഹനത്തിൻ്റെ നിമിഷങ്ങളുണ്ടായാലും അതിൻ്റെ അവസാനം വലിയ അനുഭവമായിരിക്കും. നിങ്ങൾക്കറിയോ, ഇവർ വിവാഹം കഴിച്ചത്, എൻ്റെ അപ്പനും അമ്മ വിവാഹം കഴിച്ചതിൻ്റെ 50-ാം വാർഷികം. ഇതുപോലെ വിവാഹം നടത്താൻ പറ്റാത്തതിൻ്റെ കഥകൾ നാട്ടുകാർ മുഴുവൻ എന്നോട് പറയാറുണ്ട്. ഞങ്ങൾ വളർന്ന് വലുതായപ്പോൾ, അപ്പോൾ എനിക്കൊരു ചേട്ടനുണ്ട്, ഒരു ചേച്ചിയുണ്ട്. ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് ഇവരുടെ വിവാഹ വാർഷികം നന്നായി ആഘോഷിക്കണം. ഞാൻ ചക്കാലക്കൽ പിതാവിനോട് പറഞ്ഞു. പിതാവ് പറഞ്ഞു ഒരു ഡേറ്റ് വയ്ക്ക്. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് തീരുമാനിച്ചു. ഈ രൂപതയിൽ എല്ലാ വൈദികരും എൻ്റെ വീട്ടിൽ വന്നു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കുർബാനയർപ്പിച്ചു. ആഘോഷമായി 19 അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ ഈ ഒരു വിവാഹത്തിൻ്റെ കുറവ് വാർഷിക ആഘോഷത്തിൽ നിർത്തി ആഘോഷിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഒരു സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഓർക്കുക, ആ നിമിഷത്തിൽ എടുക്കേണ്ട തീരുമാനം വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം ഓർത്തു വയ്ക്കുക. ഇത് ജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം. മരണം വരെയും നീ വിശ്വസ്തനും വിശ്വസ്തയുമായിരിക്കുക. മരണം വരെ നീ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിന്നെ ഞാൻ അണിയിക്കും. ഒരു സഹനം വരുമ്പോൾ അപ്പോൾ തന്നെ പഴിക്കുക, ദൈവത്തെ കുറ്റപ്പെടുത്തുക, കുറ്റമുള്ള എല്ലാവരും ചുറ്റുമുള്ളവരെല്ലാവരും പഴിക്കുക, ചീത്ത വിളിക്കുക, രോഷാകുലനാവുക, അങ്ങേയറ്റം ജീവിതത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതല്ല ഒരു ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത്. സഹനമുണ്ടാകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം തിരുവചനം പഠിപ്പിക്കുക. ജീവൻ്റെ കിരീടം നിനക്ക് വേണമോ? നീ വിശ്വസ്തയോടുകൂടി ആ നിമിഷത്തിലായിരിക്കുക. നമ്മൾ ഓർക്കേണ്ടത്, ഈ തട്ടാന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാർ കണ്ടത്, ഈ തട്ടാന്മാരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ ഈ പൊന്നുരുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അവരിങ്ങനെ ഈ പൊന്നുരുക്കുന്നത് അഗ്നികുണ്ഡത്തിലല്ലേ, തീയിലിട്ട പൊരിക്കുന്നത്. അവരിങ്ങനെ ചിലപ്പോൾ ലെൻസ് വെച്ച് നോക്കുന്നവരുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ കണ്ണുകൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറില്ല. പക്ഷെ ആ നാട്ടിലുള്ള സകലമാന വാർത്തകൾ അറിയുന്നത് ആരായിരിക്കും? തട്ടാന്മാരായിരിക്കും. കാരണം ഈ തട്ടാന്മാർക്ക് ചുറ്റും കുറച്ച് പേരുണ്ടാവും വർത്താനം പറയാൻ, ചിരിക്കാൻ, കളിക്കാൻ, ഇന്ന് രാവിലെ എന്ത് സംഭവിച്ചു എന്നൊക്കെ പറയാനായിട്ട്. പക്ഷെ ഓർക്കുക, ഒരു സഹനത്തിൻ്റെ നിമിഷത്തിൽ പൊന്നുപോലെയാണ് നമ്മളെല്ലാവരും. ദൈവം ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നമ്മൾ നോക്കിയിരിക്കുക, എങ്ങനെ നമ്മൾ പെരുമാറുന്നു എന്നറിയാൻ, എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു എന്നറിയാൻ. ആ ഒരു നിമിഷത്തിൽ ഒരിക്കലും മനസ്സിൽ കൊണ്ടുവരരുത്, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കാരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ ഈ സഹനം എങ്ങനെ കൊണ്ടുപോകും. ഇല്ല, ദൈവം നിങ്ങളെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുവെന്ന് തിരിച്ചറിയുക. ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ല എങ്കിൽ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുകയില്ല. ഒരു ഗോതമ്പ് മണി പോലെ നമ്മളെ എല്ലാം ഇങ്ങനെ അഴിയാനായിട്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോൾ ദൈവത്തിൻ്റെ അതിൻ്റെ പിറകിലൊരു പദ്ധതിയുണ്ട്. സഹനങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുക്കാനും
സംസാരിക്കാൻ പറ്റുന്ന ആൾ ജീവനച്ഛനായിരിക്കും. കാരണം ജീവനച്ഛൻ അതുപോലെ സഹനങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യനാണ്. പക്ഷെ ഓർക്കേണ്ടത്, സഹനത്തെ ആത്മീയമായി നേരിടാം, സൈക്കോളജി പോലും നേരിടാം. സൈക്കോളജിയുടെ കാര്യം പറയുമ്പോൾ ഇതുപോലെ സഹിക്കാൻ എങ്ങനെ പറ്റും എന്നറിയണമെങ്കിൽ നമുക്കൊരു സൈക്കോളജി ക്ലാസ് നടത്താമെന്ന് പറഞ്ഞ് കുറച്ച് പേരെ കൊണ്ടുപോയി. അവർ നടത്തിയ ട്രീറ്റ്മെൻറ്റ്, ഞാൻ വെറുതെ ആ ക്ലാസ് കൂടാൻ പോയതാണ്. ട്രീറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞിരുന്ന ഇതാണ്: തലയോണി എടുക്കുക, തലയോണി എടുത്തിട്ട് എല്ലാവരും മനസ്സിൽ കാണുക നിങ്ങൾക്ക് ആരോടാണ് ദേഷ്യമുള്ളതെന്ന്. ഇതൊരു തെറാപ്പിയായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ തലയണ എടുത്തുകൊണ്ട് ദേഷ്യമുള്ള ആളെ മനസ്സിൽ വെച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും, പ്രതികരിക്കുക. പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തുമ്മാൻ തുടങ്ങി. കാരണം ഇരുട്ടാണ്, പിന്നെ അവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. തുമ്മാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ എനിക്ക് തന്നെ അതിശയമായി. ഞാൻ എവിടെ വല്ല സ്വിറ്റ്സർലൻഡിലാണോ യൂറോപ്പിലേതെങ്കിലും മഞ്ഞ് രാജ്യത്തിലാണോ എന്ന്. കാരണം ഈ തലയണയുടെ കവറൊക്കെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലെ പഞ്ഞിയൊക്കെ ഇങ്ങനെ പറക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം ആ മുമ്പിൽ അവർ കണ്ടിരുന്ന വ്യക്തികളോടുള്ള അവരുടെ ദേഷ്യം കാണിച്ചത് മുഴുവനും ഈ തലയണയുടെയാണ്. അതൊരു തെറാപ്പിയാണെന്നാണ് സൈക്കോളജി പഠിപ്പിക്കുന്നത്. പക്ഷേ ആ തെറാപ്പി കൊണ്ടൊന്നും നമ്മുടെ സഹനങ്ങൾക്ക് അറുതി വരികയില്ല. നമ്മുടെ സഹനങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ പറ്റൂ. ദൈവത്തെ മുറുകെ പിടിക്കാത്തിടത്തോളം കാലം ഒരു സഹനത്തിന് നമുക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ പറ്റില്ല. ഞാനെപ്പോഴും ഒത്തിരി സ്നേഹത്തോടു കൂടി ധ്യാനിക്കുന്ന ഒരു ചിന്ത, ഒരു മകനെ അമ്മ ചേർത്ത് പിടിച്ചുകൊണ്ട് ജനാലയുടെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ്. ആ അമ്മയും മകനും മറ്റാരുമല്ല, അഗസ്തീനോസും മോണിക്ക പുണ്യവതിയുമാണ്. എന്നിട്ട് ഈ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ജനാല തുറന്നിട്ടിട്ട് മകനോട് പറയുക, അമ്മ പറയുക, മകനെ, ഈ പുറത്തുള്ളതൊന്നും എന്നെ അലട്ടുകയോ എന്നെ ആകർഷിക്കുകയോ ചെയ്യുന്നില്ല. ഈ പുറത്തുള്ളതൊന്നും എന്നെ അലട്ടുകയോ എന്നെ ആകർഷിക്കുകയോ ചെയ്യുന്നില്ല. എന്നെ ആകർഷിക്കുന്നത് ഒന്ന് മാത്രമാണ്. എന്താണത്? ദൈവം. എന്നെ ആകർഷിക്കുന്ന ഒന്ന് മാത്രമാണ്, അത് ദൈവമാണ്. നമ്മൾ ഈ ഒരു സഹനത്തെക്കുറിച്ച് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ, 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എടുത്ത് വായിക്കുക. മരുഭൂമിയിലെ പരീക്ഷ എന്ന് പറയുന്ന ഭാഗമാണ്. പിശാച് നേരിട്ട് വന്ന് ഈശോയെ സഹനത്തിൻ്റെ തീച്ചയുടെ അനുഭവം നൽകുന്നൊരു നിമിഷം. ആ 1 മുതൽ 11 വരെയുള്ള തിരുവചനം വായിച്ചു കഴിഞ്ഞാൽ കാണുന്നത് 3 പ്രലോഭനങ്ങളാണ് അവിടെ കാണുന്നത്. 3 പ്രലോഭനങ്ങളാണ് കാണുന്നത്. ആ പ്രലോഭനങ്ങൾക്ക് ഒരു ഗ്രാജുവൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം പിശാച് പറയുന്നത് എന്താണ്? എന്ത് പ്രലോഭനമാണ് പറയുന്നത്? കല്ലിനെ അപ്പമാക്കാനാണ് പറയുന്നത്. അതായത് ചുറ്റുമുള്ള വസ്തുക്കളെ വെച്ചുകൊണ്ട് പിശാച് ഒന്ന് പരീക്ഷിച്ച് നോക്കും. ചുറ്റുമുള്ള വസ്തുക്കളെ വെച്ചിട്ട് നിന്നെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കും. അത് ചിലപ്പോൾ നിൻ്റെ കാറായിരിക്കാം, നിൻ്റെ വാഹനമായിരിക്കാം, നിൻ്റെ വീടായിരിക്കാം, നീ ഉപയോഗിക്കുന്ന വസ്തുക്കളായിരിക്കാം, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. ആ വസ്തുക്കളെ പിടിച്ചുകൊണ്ട് നിന്നെ ഒന്ന് ഇളക്കാൻ നോക്കും. ഇളക്കാൻ നോക്കിയാൽ വീഴുമോ? വീഴരുത്. അങ്ങനെ വീഴാതിരുന്നാൽ അടുത്ത പടിയിലേക്ക് അവൻ കയറും. എന്താണത്? 2ാമത്തെ പ്രലോഭനം എന്താണ്? നിന്നെ തന്നെ കുലുക്കാൻ നോക്കും. മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, പ്രലോഭനത്തിൻ്റെയും സഹനത്തിൻ്റെയും വളർച്ച പിശാച് ഉപയോഗിക്കുന്നത് ശക്തമാകുന്നതിൻ്റെ വലിയ ഭാഗമാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. അതായത് ആദ്യം നിൻ്റെ ചുറ്റുമുള്ള വസ്തുക്കളിൽ ഒന്ന് പിടിച്ചു കുലുക്കി നിന്നെ എന്ന് അനക്കാൻ നോക്കും. അതിൽ നീ വീഴുന്നില്ല എങ്കിൽ 2ാമത് നിന്നെ തന്നെ ഒന്ന് ഇളക്കാൻ നോക്കും. 3ാമത് ഇതൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് ഇളകി വരും. ആര്? പിശാച്. 3ാമത്തെ പ്രലോഭനം എന്താണ്? എന്നെ ആരാധിക്കുക. അതിശക്തമായിട്ടുള്ളൊരു പ്രലോഭനവും സഹനത്തിൻ്റെ നിമിഷമാണത്. ഞാനിത് പറയുവാൻ കാരണം, നമ്മൾ സഹനത്തിൻ്റെ നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും വലിയ സഹനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൈ വിട്ടു പോകുന്ന നിമിഷമാണ്.
ദൈവത്തിൻ്റെ കൈ വിട്ടുപോയാതെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാ സഹനങ്ങൾക്കും അറുതിയുണ്ടാവും. എവിടെ നമ്മൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്നുവോ, എവിടെ നമ്മൾ ദൈവത്തിൻ്റെ കൈ വിട്ടുപോകുന്നു, അവിടെ സഹനത്തിൽ നമ്മൾ അടിപതറും. ഈശോ പഠിപ്പിക്കുന്നത് കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞാലും മുകളിൽ നിന്ന് നീ നിന്നെ തന്നെ താഴേക്ക് ചാടിച്ച് നിന്റെ ശക്തി പ്രകടമാക്കുവാനും മൂന്നാമത് പിശാചിനെ ആരാധിക്കുവാൻ പറഞ്ഞിട്ട് പോലും ഇളകാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള സഹനത്തിൻ്റെ എതിരായി നമ്മൾ എടുക്കേണ്ട ശക്തമായിട്ടുള്ള നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഒരു സഹനം വന്നു കഴിയുമ്പോൾ മനുഷ്യൻ 3 രീതിയിലാണ് പ്രതികരിക്കുക. നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? ഒരു സഹനം വന്നു കഴിയുമ്പോൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കുക? ഒന്ന്, പൈശാചികമായിട്ട് പ്രതികരിക്കും. നിങ്ങൾ പൈശാചികമായിട്ട് പ്രതികരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ചെറുപ്പത്തിലൊക്കെ ചെറുപ്പക്കാരിവിടെ ഇരിപ്പുണ്ട്. ഞാനൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അടിക്കുന്ന ഒരു മാഷുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു നിർത്തിയിട്ട് നല്ല അടി അടിക്കുമായിരുന്നു. കവിതയൊക്കെ മലയാളം പോയമൊക്കെ പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോകുമ്പോൾ കാലൊക്കെ നീര് വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ അടിക്കുമായിരുന്നു. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ ആ സാറ് വരുന്ന വഴിക്ക് ചെറിയതായിട്ട്, അധികമൊന്നും പറ്റണ്ട, ചെറുതായിട്ട്, ഇല്ലേ? അങ്ങനെ പറയാറില്ലേ? പൈശാചികമായിട്ടുള്ള നമ്മുടെ പ്രതികരണമാണ്. ഒരു സഹനം വന്നു കഴിയുമ്പോൾ, എന്നെ അടിക്കുമെന്നുള്ളൊരു സഹനം വന്നു കഴിയുമ്പോൾ ഞാൻ പൈശാചികമായിട്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും അപകടം വരണമെന്നും ആഗ്രഹിക്കുക അല്ലേ? ചില അമ്മമാരൊക്കെ പ്രാർത്ഥിക്കാറില്ലേ, എന്തോ ഒരു ഇഴജന്തുക്കളാണ് ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത്. അല്ലെ, ഈ കള്ളു കുടിച്ച് ഭർത്താക്കന്മാർ വരുന്ന കഴിയുമ്പോൾ അല്ലേ, എന്തോ ഒരു ഇടിമിന്നല്ല ഒരു ലക്ഷ്യമില്ലാതെ വല്ലോടത്തും ചെന്ന് പതിക്കുന്നത് അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ ചില അമ്മമാർ? ഇല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളൊന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാവരും ഒരു ചെറിയ സഹനം വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് സഹനം തന്ന വ്യക്തിക്ക് നാശം ഉണ്ടാകണം. ഇതാണ് പൈശാചികമായ പ്രതികരണം എന്ന് പറയുന്നത്. അങ്ങനെ പ്രതികരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇല്ലേ? നമ്മളാണെങ്കിലും ചിലപ്പോഴെങ്കിലും മനസ്സുകൊണ്ട് അങ്ങനെ പ്രതികരിച്ചു പോകും. രണ്ടാമതൊരു പ്രതികരണമുണ്ട്. അതെന്താണത്? മാനുഷികമായ പ്രതികരണം. മാനുഷികമായ പ്രതികരണം ഒന്ന് ആലോചിച്ച്. ഇപ്പോൾ ഒരു ഭാര്യ പറയുകയാണ്, എന്തുമാത്രം ചെറുക്കന്മാരെന്നെ കാണാൻ വന്നത്, അവസാനം ഇങ്ങേരെയാണല്ലോ കർത്താവേ എനിക്ക് തന്നത്. പെറുപെറുക്കുന്നുണ്ട്. പക്ഷേ അവസാനം എന്താണ് അവൾ പറയുന്നത്? ദൈവം തന്നതല്ലേ, കൂപ്പുകരങ്ങളോട് ഞാൻ സ്വീകരിച്ചേക്കാം. ഇതാണ് മാനുഷികമായിട്ടുള്ള ഒരു പ്രതികരണം എന്ന് പറയാം. സഹനത്തിനെതിരെ പെറുപെറുക്കും, പക്ഷെ എന്നിരുന്നാലും ദൈവത്തിന് മുമ്പിൽ പറയും ഞാനത് സ്വീകരിച്ചേക്കാം. അത് മാനുഷികമായിട്ടുള്ളൊരു പ്രതികരണം. പക്ഷെ ഒരു ദൈവികമായ മൂന്നാമത്തെ ഒരു പ്രതികരണമുണ്ട്. അതാണ് സഹനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനം. അതെന്താണ്? അത് കാണണമെങ്കിൽ ജോബിൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ പോകണം. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം, ഞാൻ അതിന് അധ്യായം പറയുന്നില്ല, കാരണം അത് മുഴുവനും നിങ്ങൾ വായിക്കണം. അത് മുഴുവനും സഹനത്തിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് പറയുന്ന വചനങ്ങളാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊന്നും ആലോചിച്ച് നോക്കി. അവനുണ്ടായ സകലതും ദൈവം എടുത്തുകൊണ്ട് പോകുന്നത് പോലെയുള്ള അനുഭവങ്ങളായിരുന്നു അല്ലേ? കുടുംബത്തെ തന്നെ നാമാവശേഷമാക്കി, തനിക്കുണ്ടായ വസ്തുവകകളെല്ലാം നാമാവശേഷമാക്കി, ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന അവസ്ഥയിൽ ജോബ് പറഞ്ഞത് എന്താണ്? സകലതും ദൈവം തന്നു, സകലതും ദൈവം തിരികെ എടുത്തു. എന്ത് നടത്തപ്പെടണം? പിന്നെ അടുത്തത്, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. ഇതായിരിക്കണം സഹനത്തിൽ നമ്മൾ എടുക്കേണ്ട പ്രതികരണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ദൈവികമായിട്ടുള്ള പ്രതികരണം. ദൈവികമായിട്ടുള്ള പ്രതികരണം. ഓർക്കുക, നമ്മൾ ഓരോ സഹനം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി കൃപ തരും, ഒത്തിരി കൃപ തരും. എന്നെ പഠിപ്പിക്കാൻ വിട്ടു കഴിഞ്ഞപ്പോൾ കളത്തിപ്പറമ്പിൽ പിതാവ് പറഞ്ഞു, റോമിൽ പോയിട്ട് ഫിലോസഫി പഠിക്കണമെന്ന് പറഞ്ഞു. എനിക്കുണ്ടായ ഒരു സഹനം. കാരണം എന്താണ്? ഈ ഫിലോസഫി പഠിക്കുന്നവരെ പറ്റി സാധാരണ എല്ലാവരും പറയുന്നത് അല്പം ഉള്ളവരാണെന്നാണ് പറയുക. അതായത് നോർമലായിട്ടുള്ളവരങ്ങനെ ഫിലോസഫിയൊന്നും ഡോക്ടറേറ്റ് പഠിക്കാൻ പോകാറില്ലെന്നാണ് പറയുക. പിന്നെ ഇത് പഠിച്ചു വന്നു കഴിഞ്ഞാലോ ഇടവകയിൽ വല്ല ഉപകാരമുണ്ടോ? വല്ല ക്ലാസ് എടുക്കാൻ വല്ലതും പറ്റുമോ? ഒന്നുമില്ല. എവിടേക്ക് പോകണം? നേരെ സെമിനാരിയിലേക്ക് പോകണം. ജീവിതകാലം മുഴുവനും സെമിനാരിയിലായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇത് വേണ്ട എന്ന് വെച്ച്. പക്ഷേ ദൈവം വലിയൊരു കൃപ തന്നു അതിനെ ഏറ്റെടുക്കാൻ, അതിനെ സ്വീകരിക്കാൻ. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കൃപയുണ്ട് എന്നുള്ള ബോധ്യം വന്നപ്പോൾ ആ ദൗത്യം ഏറ്റെടുത്തു.
അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ കൃപ തരുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ജീവിതം അത്ഭുതമായിരിക്കും, പിന്നീട് അങ്ങോട്ട് ജീവിതം വിസ്മയമായിരിക്കും. ഞാൻ പറയുന്നത്, ഒരു സഹനം വരുമ്പോൾ ആ നിമിഷത്തിൽ എൻ്റെ കൂടെ ദൈവമുണ്ട്, അതിൽ കൃപയുണ്ട് എന്ന് ചിന്തിച്ചാൽ പിന്നീട് അങ്ങോട്ട് ജീവിതം അത്ഭുതമാകും. ജീവിതത്തിൽ എപ്പോഴും സന്തോഷം ഉണ്ടെങ്കിൽ ഈ ഒരു ചിന്ത മാത്രം മതി. ഒരു ചെറിയ സഹനം ഉണ്ടാകുമ്പോൾ ആ സഹനത്തെ കാണേണ്ടത് ഒരു സമ്മാനപ്പൊതി പോലെയാണ്, ദൈവത്തിൻ്റെ ഒരു സമ്മാനപ്പൊതി പോലെയാണ്. ആ സമ്മാനപ്പൊതിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരാണ്? കൃപ. ആ സമ്മാനപ്പൊതിയിൽ ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് കൃപയാണ്, ശക്തിയാണ്, ദൈവത്തിൻ്റെ വരപ്രസാദമാണ്. ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ എന്താണ്? സഹനമാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും സഹനം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തെ അടുത്തറിയുവാൻ നമുക്ക് സാധ്യതകൾ കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സഹനമുണ്ടെങ്കിൽ അവിടെ ദൈവമുണ്ട്, ദൈവത്തിൻ്റെ സമ്മാനപ്പൊതിയുണ്ട്, ദൈവത്തെ അടുത്തറിയുവാനുള്ള ഒരു വലിയ അവസരമുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനെ ഒന്ന് സ്വീകരിച്ചു നോക്കിക്കേ, മനസ്സുകൊണ്ടും സ്വീകരിച്ചു നോക്കി. ഒരു ധ്യാനം കൂടി കഴിയുമ്പോഴേക്കും നമുക്കെല്ലാം മാറും, രോഗശാന്തി വരും, എൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം അറുതി വരും, എനിക്കിനി മോളിൽ നിന്ന് ഇങ്ങനെ പൈസ ഒഴുകി വരും, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയുണ്ടോ? ഒരിക്കലും പാടില്ല. അങ്ങനെ ഒരു എല്ലാത്തിനും പരിഹാരമുണ്ടാകണമെന്നുള്ളതായിരിക്കരുത് എൻ്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. മറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലക്ഷ്യമിടേണ്ടത് എനിക്ക് ദൈവം മാത്രം മതി എന്ന് പറയുവാനുള്ള വലിയ മനോഭാവത്തിലേക്ക് എന്നെ വളർത്തുക. വിശുദ്ധ അഗസ്തീൻ പറയുന്നത് പോലെ, മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അൻറ്റിൽ ഇറ്റ് റെസ്റ്റ് ഇൻ ദീ. നിന്നിലെത്തിച്ചേരുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അസ്വസ്ഥതയാണ് നമ്മളെപ്പോഴും അനുഭവിക്കേണ്ടത്. എനിക്ക് ദൈവം വേണമെന്നുള്ള കൊതി അതുണ്ടായാൽ ജീവിതത്തിലെല്ലാം മാറി മറിയും. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ ബലിയർപ്പിച്ചുകൊണ്ട്. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ട്, ഞാനിപ്പോഴും സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. അത് ശാരീരികവും മാനസികവും കുടുംബപരമായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള എൻ്റെ പ്രൊഫഷനുമായിട്ടുള്ള എൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ രീതിയിലും ഞാൻ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവമേ നീ എനിക്ക് തരണം, നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും പരിശുദ്ധ ലൂർദ് മാതയുടെ മാധ്യസ്ഥ്യം വഴി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.